കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ NRIസിൻ്റെയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് പുറത്തു പോയി പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ശരിക്കും ഇല്ലാണ്ടായി പോവാണ്. പ്രോപ്പർ ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡറിന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ NRI ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അനൗൺസ് ചെയ്ത ഈ പ്രോജക്റ്റിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ സ്റ്റേ ഹാസിൽ ഫ്രീ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാഗ് ലൈൻ തന്നെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് ലോങ് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ നമ്മൾ ഒരു ഇല്ല ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരിവിടെ ഇല്ലെങ്കിലും അവരുടെ വീടിൻ്റെ മെയിൻ്റനൻസ്, അവർക്ക് റെൻ്റൽ വേണമെങ്കിൽ റെൻ്റൽ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. റെൻ്റൽ സപ്പോർട്ട് എങ്ങനെ ചെയ്യുന്നു? നമ്മൾ ചുമ്മാതെ ആർക്കെങ്കിലും നമ്മൾ റെൻറ്റിന് കൊടുക്കുക അല്ല, നമ്മൾ റെൻ്റൽ ഡിവിഷൻ പ്രോപ്പറായിട്ട് അവരെ ആരാണ് ടെനന്റ് വരുന്നത് അവരെ മോണിറ്റർ ചെയ്ത് നല്ല ആൾക്കാരാണോ എന്ന് ജസ്റ്റ് ഒരു റെഫറൻസ് എടുത്ത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം അതൊരു വലിയ പ്രശ്നമാണ് പലരും ഫേസ് ചെയ്യുന്നത്. കാരണം അവർ ഗൾഫ് കൺട്രീസിൽ ഇരുന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കും, അത് പിന്നെ പ്രശ്നങ്ങളാവും, അത് പിന്നെ അവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വീടിൻ്റെ മെയിൻ്റനൻസ്. ഇപ്പം അവർ മേ ബി ഒരു 11 മാസം അടച്ചിട്ട് 12ാമത്തെ മാസമായിരിക്കും വീട്ടിൽ വരുന്നത്. ഒന്ന് വന്ന് കയറി താമസിക്കാൻ പറ്റില്ല. മന്ത്ലി ഉള്ള ക്ലീനിങ്, അത് നമ്മൾ ഒത്തിരി ക്ലയൻസ്, നമ്മൾ എക്സിസ്റ്റിംഗ് ക്ലയൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല പ്രോപ്പർട്ടി റീസെയിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം പൈതൃക ടേക്ക് കെയർ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെയുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ലൈഫ് ലോങ് സപ്പോർട്ട്, നമ്മുടെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ശരിക്കും ട്രസ്റ്റഡ് ബിൽഡർ എന്നുള്ള ഇത് കണ്ണുമടച്ച് പൈതൃക നവമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം.